അവരതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 30 വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ജനുവരി 22 2025 ജനുവരി 22, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവാണേ. ഇതുവരത്തേക്കും ഈ 30 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ബൾക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുക തന്നെ ചെയ്യും. കാരണം ക്ലോത്ത് വന്ന് അത് ഉണ്ടാക്കി തീരാനായിട്ട് നമുക്ക് അതെ എടുക്ക ഒരുപാട് ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് എടുത്തോണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. ഒരുപാട് ഓൺലൈൻ ബൊട്ടീക്കുകളുണ്ട്. മൂൺ ഗോഡ്നസ്, ഫാത്തിസ് ഡിസൈൻ, ഇങ്ങനെ നീണ്ട് നിരന്ന് കിടക്കുകയാണ്. എല്ലാത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും മുഞ്ചിപ്പും നടക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നെ അറിയാവുന്ന പല ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നീ നേരെ പോയിട്ട് കടയിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഓൺലൈൻ സൈറ്റുകളുണ്ടല്ലോ, ഫ്ലിപ്പോ ആമസോണോ, ഇങ്ങനെ ഏതെങ്കിലും നിന്നൊക്കെ വാങ്ങാം. അല്ലാണ്ട് ഈ വല്ല ഉഡായ്പ് സൈറ്റുകളിലൊക്കെ പോയിട്ട് വാങ്ങി മുഞ്ചി തുപ്പിത്തിരിഞ്ഞ് കമ്പിത്തിരിയായിട്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത്. ഈ ഫ്ലിപ്പിലും ആമസോണിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം റീഫണ്ട് എങ്കിലും ഉണ്ടെന്ന് പറയും. എല്ലാത്തിനും ഇല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് റീഫണ്ട്, റീപ്ലേസ്മെന്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എന്നാൽ ഇതുപോലത്തെ ഓൺലൈൻ സൈറ്റുകൾക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ബൊട്ടിക്കുകൾക്ക് ഒരു റീഫണ്ടും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. എന്തിന്? പ്രോഡക്റ്റ് പോലും സമയത്തിന് വരുന്നില്ല. 3 മാസം എന്ന് പറഞ്ഞിട്ട് 3 വർഷം കഴിയും. കല്യാണത്തിന് ഓർഡർ ചെയ്ത അടിയന്തരത്തിന് വരും. ഇതൊക്കെയാണ് ഉമാരുടെ രീതികളും കാര്യങ്ങളും, ഇരിപ്പ് വശങ്ങൾ. വല്ലാത്തൊരു രീതി തന്നെയാണ്. മദർഹുഡ് എന്ന് പറയുന്ന ഒരു ചാനലിൽ മൂൺ ഗോഡ്നസിനെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലൊക്കെ തന്നെയാണ്. ഇവരെ പറ്റിയിട്ട് ഞാൻ മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മൂൺ ഗോഡ്നസിനെയൊക്കെ പറ്റിയിട്ട് എത്ര പറഞ്ഞാലും പട്ടിയുടെ വാല് 12 കൊള്ളിട്ടാലും നവരൂല എന്ന് പറഞ്ഞും കൊണ്ട് കുറെ നടക്കുന്ന ഡിസൈൻസ് ആണ്. പിന്നെ ഇവർക്ക് ഇങ്ങനെ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ട് ഇവർക്ക് എന്ത് ലാഭം? ഇവരുടെ ബിസിനസ് വീണ്ടും ഓടയില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. സീരിയസ്ലി ഞാൻ പറയാം, 10 ആൾക്കാരുടെ നിന്ന് പൈസയും വാങ്ങിയിട്ട് അതിലൊരു 7 or 8 ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാലും അവരുടെ ബിസിനസ് പൊടിപിടിക്കും. ഒരു 2 or 3 ആൾക്കാരുടെ പൈസ അങ്ങ് മുക്കി മുഞ്ചിച്ചാൽ മാത്രം മതി. അതിൽ നിന്നും സൈഡിൽ നിന്ന് ഒരു ഇൻകം, പിന്നെ വിൽക്കുന്നതിനും ഒരു ഇൻകം, മൊത്തത്തിൽ നല്ലൊരു ഇൻകം ഒപ്പിക്കാൻ പറ്റും. അത് തന്നെയാണ് നടക്കുന്നത്. 3 മാസത്തിൽ സാധനം വരുമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്ത് 30 ഒക്കെ കഴിഞ്ഞിട്ടും വീണ്ടും വരുന്നില്ല സാധനങ്ങൾ. ആ ഒരു ലെവലിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും മദർഹുഡിലെ ചേച്ചി പറയുന്നത് കേട്ടു നോക്കാം. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ആണെന്ന് തോന്നുന്നു. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് 2024 ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോകുന്നു. ഇതുവരത്തേക്കും കൈ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ 5-6-7 മാസം ആവുന്നു. പോട്ടെ, അവരുടെ ഒരു നിയമം അനുസരിച്ചിട്ട് അവര് 1 വർഷം എടുക്കുക. അത് ലേറ്റ് ആവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ കൊടുത്ത ഒരു സാധനമാണ്. അപ്പൊ അതൊക്കെ വരട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനുവരി 22 ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു. അത് ഓർഡർ കൊടുക്കാൻ തന്നെ കാരണം അവരതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് നിൽക്കൂല. കാരണം നമുക്ക് അത്രയും ലേറ്റ് ആവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കണ്ട് ഞാൻ ഓർഡർ കൊടുത്ത സാധനമാണ്. ജനുവരി 22 2025 ജനുവരി 22, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവാണേ. ഇതുവരത്തേക്കും ഈ 30 വർക്കിംഗ് ഡേയ്സിന്റെ പ്രൊഡക്റ്റ് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, ആദ്യം ഇവര് ഈ മൂൺ ഗോഡ്നസിന്റെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത്, ആ പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷമൊക്കെ എടുക്കും ചിലപ്പോ. ലേറ്റ് ആയാലും കുഴപ്പമില്ല, ലേറ്റസ്റ്റ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് താമസിച്ചാലും സാധനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ചേച്ചി ഓർഡർ ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ പ്രോഡക്റ്റ് 30 വർക്കിംഗ് ഡേയിൽ കിട്ടും. അതായത് ശനി ഞായറും പോയിട്ട് ബാക്കി കലണ്ടർ അവധിയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ 30 വർക്കിംഗ് ഡേയിൽ മാക്സിമം ഈ ദിവസം ഓർഡർ ചെയ്ത 1.5 മാസത്തിനകത്ത് അല്ലെങ്കിൽ 1 മാസം 15 ദിവസത്തിന്റെ അകത്ത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ അടുത്ത സാധനം ഓർഡർ ചെയ്തത്. പക്ഷെ അവിടെയാണ് ഇവർക്ക് തെറ്റുപറ്റിയത്. നിങ്ങൾ നമ്പിയത് വേറെ ആളായിപ്പോയി, ഓഫിന എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. 30 ദിവസത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് 30, 60, 70, 80, 90 ആയിട്ടും സാധനം വരുന്നില്ല. എവിടെ? അതാണ് കല്യാണത്തിന് ഓർഡർ ചെയ്ത അടിയന്തരത്തിന് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു വകുപ്പാണ് നടന്നത്. എന്റെ പൊന്ന മൂൺ ഗോഡ്നസ്, അതുപോലെ ഇതുപോലത്തുള്ള എല്ലാ ബൊട്ടിക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്ക് പോവാതിരിക്കുക. എന്തിനേറ്റെടുക്കുന്നു? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. സീരിയസ്ലി എനിക്ക് അത് മാത്രമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഓർഡറുകൾ എടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ആൾക്കാരെ പൈസ തന്ന പൈസ റീഫണ്ട് എങ്കിലും ചെയ്ത് കൊടുക്കുക. ഇത് ആൾക്കാരെ പൈസ വാങ്ങി വച്ചിട്ട് മൂഞ്ചിച്ചിട്ട് സ്വന്തമായിട്ട് തിന്നും കൊണ്ട് എല്ലിൻ്റെ ഇടയിൽ കയറ്റിയിട്ട് നാട്ടുകാരെ പറ്റിച്ചങ്ങ് കൈ കൊടുക്കും. സമയത്തിന് സാധനം കൊടുക്കൂല, അതിന് വേറെ മുടന്ത ന്യായങ്ങൾ. എന്റെ പൊന്ന് ചേച്ചിമാര്, നിങ്ങൾക്കൊക്കെ ഇതിന്റെ കേട്. അത്യാവശ്യം പൈസ ഉണ്ടല്ലോ കയ്യിൽ, വീണ്ടും എന്തിനു പറ്റിക്കും? നാട്ടുകാരുടെ പ്രാക്ക് എന്തിനു വാങ്ങിച്ച് കൂട്ടുന്ന അവസ്ഥ. ഞാൻ ഇതുവരെ നിങ്ങളെ പറ്റി ഞാൻ ഒരു സംഭവം ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഹാപ്പി ആയിരുന്നു, ഞാൻ നിങ്ങളുടെ ഹാപ്പി കസ്റ്റമർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനല്ല. എന്തുകൊണ്ടാണ്? ഈ 30 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കണ്ട ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കൂടെ നിങ്ങൾക്ക് ഈ 4 മാസം നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമ്മൾ ഒരു രൂപ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മുടെ കയ്യിൽ നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു രൂപ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും പൊന്നു മക്കളെ കയ്യിലിരിക്കൂല സാധനം കേട്ടോ. അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരുന്നോളുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത ചിന്തിക്കാം, അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരുന്നോ എന്നുള്ളത്. അവരെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവരെ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ റിപ്ലൈ പോലെ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാവോ? റെപ്രസെന്റേറ്റീവ് ബിസിയാണ്. വിളിച്ചു കഴിയുമ്പോൾ അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ വരുന്ന സംഭവം റെപ്രസെന്റേറ്റീവ് ബിസിയാണ്, നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്നുള്ളതാണ്. ഇവരെ സൈറ്റിൽ കയറി പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ ട്രാക്കിംഗ് ഐ ഡി ഇല്ല, ഒന്നുമില്ല. ഇനി അറ്റ്ലീസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞുതരാം, അവിടെ ഒരു പട്ടിക്കുഞ്ഞുമില്ല. ഇതൊക്കെയാണ് അവസ്ഥ. എന്തുവാടേ, നാട്ടുകാരിൽ നിന്ന് പൈസ മാത്രം അങ്ങോട്ട് കയറിപ്പോവും. അത് മാത്രം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഓർഡർ ചെയ്യുമ്പോൾ പൈസ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. വേറെ ഒരു പരിപാടി പിന്നെ നമുക്കറിയാൻ പറ്റത്തില്ല. വന്ന് പോയാൽ പോയി, മറ്റേ സംഭവം പോലെ കിട്ടി പോയാൽ പോയി. ആ ഒരു സെറ്റപ്പാണ് ഇവരുടെ സൈറ്റിൽ ഓർഡർ ചെയ്താൽ സംഭവിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ്. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ മുഞ്ചിച്ച് ജീവിക്കുന്നത്? നാണമില്ലേ? ഇതല്ലേ നിങ്ങളുടെ മക്കളും കുടുംബമൊക്കെ തിന്നുന്നത്? ആൾക്കാർ പ്രാകും. ആ പ്രാക്ക് നിങ്ങൾ കേട്ടില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ തലമുറകൾക്ക് ഏൽക്കും. അത് ഏൽക്കാതെ ഇരിക്കട്ടെ. എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ മുഞ്ചിച്ച് ജീവിക്കുന്നത്? ഇത് 1ഉം 2ഉം പരാതിയൊന്നുമല്ല. ഒരു 10, 100, 500, 1000 പരാതികൾ നിങ്ങളെ പറ്റിയിട്ട് വരുന്നുണ്ട്. വയ്യ, കേട്ട് മടുത്ത് ഉള്ള കാര്യം പറയാം. ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സൈറ്റുകളിൽ നിന്ന് വാങ്ങി ഇതുപോലെ മുഞ്ചിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കേസ് കൊടുക്കുക. കേസ് ഫയൽ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് നോക്കുക. നഷ്ടപരിഹാരമൊക്കെ കിട്ടും ചിലപ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും പരിപാടികളും കൂടി നിങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ട് ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയും കൂടി മുന്നോട്ട് ശ്രമിക്കുന്നത് വളരെ നല്ല തീരുമാനമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടന്ന സ്ഥിതിക്ക് നമ്മുടെ മൂൺ ഗോഡ്നസിലെ ചേച്ചി മുന്നോട്ട് വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്, കേൾക്കാം. മൂൺ ഗോഡസ് പലപ്പോഴും 3 ഡെലിവറി ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലുള്ള കാശിനനുസരിച്ചിട്ട് വാങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കസ്റ്റമറിന് ഇപ്പോ എന്താ പറയാ, ഒരു പ്രോഡക്റ്റ് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി. പക്ഷെ ലോ പ്രൈസ് ആവണമെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ചൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അത് ബൾക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുക തന്നെ ചെയ്യും. കാരണം ക്ലോത്ത് വന്ന് അത് ഉണ്ടാക്കി തീരാനായിട്ട് നമുക്ക് ചിലപ്പോൾ അത് 2 മാസം കൊണ്ട് തീരും, ചിലപ്പോൾ 3 മാസം കൊണ്ടായിരിക്കും ചെയ്യുക. ഹാൻഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു 10 മണിക്കൂറും 12 മണിക്കൂറിലൊക്കെ ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ ആണെങ്കിൽ അത്രയും ബൾക്ക് പീസ് തീരാൻ ടൈം തന്നെ എടുക്കും. അതേപോലെ തന്നെ ക്ലോത്ത് മേക്കിങ്ങിനും ഒക്കെ ആണെങ്കിൽ ടൈം എടുക്കും. അപ്പൊ അത് ഒക്കെയാണ് എങ്കിൽ ഇത് മര്യാദയ്ക്ക് വെണ്ടയ്ക്ക് അക്ഷരത്ത് നിങ്ങളുടെ സൈറ്റിൽ എഴുതി വെച്ചാൽ പോരെ. ഇത് 30 ദിവസത്തിൽ സാധനം വരുമെന്ന് പറഞ്ഞിട്ട് 300 ദിവസമായാലും സാധനം വരില്ല. പിന്നെ അതെന്തോ മറ്റേടുത്ത വേലയല്ലേ കാണിക്കുന്നത്? അത് മര്യാദയ്ക്ക് സൈറ്റിൽ എഴുതി വെച്ചാൽ പോരെ. ഇത്ര താമസിക്കൂടെ, ഇത് അങ്ങനെയാണടെ. അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നിട്ട് സൈറ്റിൽ എഴുതി വെക്കും 30 ദിവസം ഡെലിവറി, 30 വർക്കിംഗ് ഡേയ്സിൽ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് 300 ദിവസമായാലും സാധനം വരുന്നില്ല. അത് ഏത് കോത്താഴ്ത്ത ന്യായമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സൈറ്റിൽ ഒരെണ്ണം ഓർഡർ ചെയ്യുമ്പോൾ വേറെ ഒരെണ്ണം, പൈസ അങ്ങോട്ട് എടുക്കുന്നതിന് ഒരു മാറ്റമില്ല. അത് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. വല്ലാത്ത അവസ്ഥയാണ്. നിങ്ങളെ തീരുമാനം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കും. എന്തെങ്കിലും ന്യായീകരിക്കാൻ നിങ്ങളെയൊക്കെ പോയിട്ടേ ഉള്ളൂ. നല്ല 1ാം തരം ടീംസ്. ഇങ്ങനെയാണ് ആൾക്കാരെങ്കിൽ നിങ്ങളെപ്പോലുള്ള സൈറ്റുകളെ എങ്ങനെ വിശ്വസിക്കും? എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, എന്തിന് ഇതിലൊക്കെ പോയി വാങ്ങി ഇതുപോലെ കിടന്ന് പട്ടി കെഞ്ചണ പോലെ കെഞ്ചാം. കയ്യിലിരിക്കണ പൈസ കൊടുത്ത് കടിക്കണ പട്ടി വാങ്ങിയ അവസ്ഥ. ഇതിന്റെയൊക്കെ പുറകെ എന്തിനു പോണ്? എത്ര കിട്ടിയാലും ആൾക്കാർ പഠിക്കില്ല. ഞാനൊരു 100ക്ക് 110 തവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ വാങ്ങിയ സൈറ്റുകളിൽ പോയി വാങ്ങാൻ നിൽക്കരുത്. എല്ലാം പൂജിപ്പത്തേപ്പ് പൊട്ടിപ്പോണം. എങ്കിലും ആർക്കും മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞ ഇവര് തന്നെ ഓഹോ വിശ്വസിച്ച് പോയി വാങ്ങട്ടെ. ഇനി ചേച്ചി ഒരു പ്രാക്കും കൂടി പ്രാഗിയിട്ടുണ്ട്. ഏത്? നമ്മുടെ ഓർഡർ ചെയ്ത ചേച്ചി. എന്റെ ചാച്ചനും വലിയ ചാച്ചനൊക്കെ അവർ പറയുമായിരുന്നു, നമ്മള് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഇപ്പം 1 രൂപ തട്ടിച്ച് നമ്മുടെയൊക്കെ അർഹതപ്പെട്ടതല്ലാത്ത 1 രൂപ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാപം നമ്മളെയല്ല, നമ്മുടെ തലമുറകളും വരും തലമുറകളും അതിന്റെ പിന്നത്തെ തലമുറകളെ ബാധിക്കുക. നമ്മളെ ബാധിക്കത്തില്ല, തലമുറകളോടാണ്, വരുന്ന തലമുറകളെയാണ് അത് ബാധിക്കാന്ന് പറയാം. അപ്പൊ ഞാനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴോ ഞാൻ എന്താ ചിന്തിക്കാന്നറിയോ, വരുന്ന തലമുറയ്ക്കെങ്കിലും ആ ഒരു അനുഗ്രഹം കിട്ടട്ടെ. ഇപ്പം ഞാനൊരു കാര്യം ചെയ്താൽ, നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കിട്ടട്ടെ, അല്ലെ ജോനും ജോഡിക്കും ആ ഒരു പുണ്യം കിട്ടട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം അയ്യോ അത് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പാപം വരുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ആ പാപം വരുമല്ലോ എന്നുള്ള ചിന്തയാണ് നമ്മളൊക്കെ എൻ്റെ കാരണന്മാർ പഠിപ്പിച്ചിരിക്കുന്ന രീതി അങ്ങനെയാണ്. നമ്മളൊക്കെ അങ്ങനെ കുറച്ച് നിലവാരമുള്ള അപ്പനും അമ്മയ്ക്കും ജനിച്ചു പോയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നത്. ദൈവത്തിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ദൈവം ചുമ്മാതിരിക്കത്തില്ല. തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നേരിട്ട് തന്നെ ഇറങ്ങി വന്നോളും, കൊടുക്കേണ്ടത് കൊടുത്തോളും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഇനി ഇതിനെക്കുറിച്ച് നീട്ടി വലിക്കാൻ നിൽക്കുന്നില്ല. എന്റെ പൊന്നും മൂൺ ഗോഡ്നസ് ചേച്ചി, എന്തിനാണ് നാട്ടുകാരെ വായിലിരിക്കുന്ന പ്രാക്കുകൾ കേൾക്കുന്നത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട്? ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞ് അവരുടെ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്പോസ് ചെയ്താൽ അപ്പൊ അവര് എക്സ്പ്ലനേഷനായിട്ട് അവരൊരു സാധനത്തിന് ഓർഡർ ചെയ്താൽ ആ സാധനവും കൊടുക്കത്തില്ല. ഇതാണ് അവസ്ഥ. വല്ലാത്തൊരു പരിതാപക അവസ്ഥ തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്പ്ലനേഷൻ, പിന്നെ കണ്ടന്റിന്റെ പൂര. വല്ലാത്ത അവസ്ഥ, കഷ്ടോടെ. എനിക്കൊന്നും പറയാനില്ല. ഒന്ന് നേരെ ആക്കി മുന്നോട്ട് പോവാൻ നോക്കി ചേച്ചി. നാട്ടുകാരെ പ്രാക്ക് മാഞ്ചു കൂട്ടി നിങ്ങളെ തലമുറയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. ആ ഒരു ചിന്തയെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ്.
അല്ലെങ്കിൽ ബൾക്കായിട്ട് ഇത്ര ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റൂല, അതിനുള്ള സംവിധാനം കാര്യങ്ങളും ഇല്ലെങ്കിൽ ആ സൈറ്റ് ക്ലോസ് ചെയ്തിടുക. ഏത് ആ ഒരു ഓർഡർ കൊടുക്കാൻ പറ്റുന്ന അത്രയും വന്നു കഴിയുമ്പോൾ. അല്ലാണ്ട് വരുന്ന പൈസ എല്ലാം നാട്ടുകാരെന്ന് വാങ്ങിച്ചു വെച്ചിട്ട് സാധനം ഇല്ലെന്ന് പറഞ്ഞിട്ട് 30, 300 ഒക്കെ ആയിട്ട് കൊടുക്കുകയില്ല. ഒരു മറ്റേ എടുത്ത വേലകളാണ് കാണിക്കുന്നത്. വളരെ മോശമാണ്. സ്നേഹം കൊണ്ട് പറയണം, നിങ്ങളെ പോലെയുള്ള എല്ലാ ബൊട്ടീക്കുകളും എടുത്ത് പറ്റുന്ന ഓർഡർ അത്ര എടുക്കുക, കൊടുക്കുക, പറയുന്ന ഡേറ്റിന് അകത്ത് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത് ഏതൊരു ബിസിനസ് ആയാലും. കസ്റ്റമേഴ്സാണ് എല്ലാ ബിസിനസിന്റെയും നെടുന്തൂന്ന്. അവരെ വെറുപ്പിച്ചും കൊണ്ട് മറ്റേ എടുത്ത പരിപാടി ഒരു ബിസിനസ്സുകാരും കാണിക്കാതിരിക്കുക. കസ്റ്റമറിനെ തൊലച്ചും കൊണ്ട് എന്ത് ബിസിനസ് ഉണ്ടാക്കാനാണോ എന്താ. ഇത്രയൊക്കെ നെഗറ്റീവ് ഇവർക്കെതിരെ വന്നിട്ടും നാളുകൾക്ക് മുന്നേയും ഇവരുടെ ആ ഒരു സൈറ്റിനെതിരെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടും ഇപ്പോഴും ഇവരുടെയൊക്കെ സൈറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന ആൾക്കാരാണ് ആദ്യം മടൽ വെട്ടി അടിക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ്.